ഗാർബേജ് ഫ്രീ സിറ്റി ദേശീയ റാങ്കിങ്ങിൽ 341 റാങ്കും സ്റ്റാർ പദവിയും കട്ടപ്പന നഗരസഭയ്ക്ക് ലഭിച്ചിട്ടും പുടിയൻമലയിലെ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ടൺ കണക്കിന് മാലിന്യമാണ് വർഷങ്ങളായി ഇവിടെ കുന്നുകൂടി കിടക്കുന്നത്. 2 ഏക്കർ സ്ഥലത്ത് പതിറ്റാണ്ടുകളായി കൂടിക്കിടക്കുന്ന മാലിന്യം സംസ്കരിക്കാതെ കൂടുതൽ സ്ഥലം വാങ്ങി കേന്ദ്രത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ് കട്ടപ്പന നഗരസഭ ചെയ്തത്. ഇതിനെതിരെ മുൻ കൗൺസിലർ MC ബിജു രംഗത്തെത്തി. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് പുളിയൻമലയിലെ മാലിന്യം നീക്കാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. പലതവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ കരാർ ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായില്ല. പ്രദേശത്ത് സാംക്രമിക രോഗഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തെ തുടർന്ന് നാട്ടുകാരുടെ പരാതി കണക്കിലെടുത്താണ് ഒടുവിൽ കട്ടപ്പന നഗരസഭ കരാർ നൽകിയത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. സീറോ ബാലൻസ് എന്ന് കണ്ടെത്തുന്ന മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിനോ ആണ് അവാർഡ് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ആരെങ്കിലും പ്രേരണയ്ക്കനുസരിച്ച് ആരെങ്കിലും കൈക്കൂലി കൊടുത്ത് വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഈ കാര്യത്തിന് സ്വാധീനം ചെലുത്തി ജനങ്ങളുടെ മുമ്പിൽ വലിയ വികസന കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള ധാരണയുണ്ടാക്കാൻ വേണ്ടിയുള്ള തെറ്റായ സമീപനം നടത്തുന്ന ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിനെതിരായി അതിശക്തമായ പോരാട്ടമാണ് വരും നാളുകളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട്. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി പറയുന്ന സ്റ്റണ്ടല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് വരും പോവും, അതിനകത്ത് വേറെ തർക്കമില്ല. ഈ ഇവിടുത്തെ പ്രദേശത്തെ 15 വാർഡിൻ്റെ മേഖലയിലെ ഇവിടുത്തെ കൃഷിക്കാരുടെ, ഇവിടുത്തെ തൊഴിലാളികളുടെ, ഇവിടെ താമസിക്കുന്ന കോളനി നിവാസികളുടെ ആകെ പ്രശ്നമാണ് ഇത്. ഇവിടെ മാത്രമല്ല, നേരെ മറിച്ച് ഈ വെള്ളം ഒഴുകി താഴേക്ക് ചെല്ലുന്ന മുഴുവൻ ആദിവാസി കുടിയുണ്ട്. അതിനുശേഷം കല്ലാർ ഡാമിൽ എത്തിച്ചേരുന്ന വെള്ളത്തിൻ്റെ സ്രോതസ്സാണ്. ഇതിൻ്റെ ഭാഗമായി ഇവിടെ കൂടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങൾ കൊത്തി ഇവിടുത്തെ പക്ഷി മൃഗാദികളെല്ലാം ജലസ്രോതസ്സുകളിൽ കൊണ്ടുവന്നിടുകയാണ്. അത് മലിനമാകുകയാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് രോഗം പിടിപെടുകയാണ്. ഇത് ഈ നാടിൻ്റെ പൊതു അവസ്ഥയാണ്. ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പൊതു അവസ്ഥയാണ്. ഇതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കുമാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്നാണ് നഗരസഭയുടെ അറവുശാലയും പ്രവർത്തിക്കുന്നത്. ഇവ രണ്ടും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലവിലുണ്ട്. പരിസര പ്രദേശങ്ങൾ സാംക്രമിക രോഗഭീഷണിയിലാണ്. പലർക്കും രോഗലക്ഷണങ്ങളുള്ളതായും നാട്ടുകാർ ആരോപിച്ചു. മാലിന്യപ്രശ്നം പലതവണ LDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടായില്ല. അറവുശാലയിലെ ലക്ഷങ്ങൾ വിലയുള്ള യന്ത്ര സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തുടർ സമരങ്ങൾ നടത്തുമെന്നും നഗരസഭ മുൻ കൗൺസിലർ MC ബിജു വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.